പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കാട്ടിലൊരു മാൻകുട്ടി ഉണ്ടായിരുന്നു. ആ മാൻകുട്ടിയാണേൽ ഭയങ്കര കുസൃതി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചാടി ഓടി നടക്കും കാട്ടിക്കൂടെയൊക്കെ. എന്നിട്ട് ഒരു ദിവസം ഈ മാൻകുട്ടിയാണേൽ അമ്മയുടെ കൂടത്തിൽ ഇങ്ങനെ കാട്ടിക്കൂടെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു കങ്കാരുവിനെ കാണുന്നത്. ആ കങ്കാരുവിൻ്റെ സഞ്ചിക്കകത്തൊരു കങ്കാരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ കങ്കാരു കുഞ്ഞ് പോകുന്ന കണ്ടപ്പോഴേ മാൻകുട്ടിക്ക് ഭയങ്കര ആഗ്രഹം ആ സഞ്ചിക്കകത്ത് കയറി എനിക്കും ഒന്ന് പോകണമെന്ന്. എന്നിട്ട് മാൻകുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കും കൂടെ ആ സഞ്ചിയിൽ ഒന്ന് കയറണം, എന്നെ ഒന്ന് കയറ്റാമോ എന്ന് ചോദിച്ചു. അന്നേരം മാൻകുട്ടിയുടെ അമ്മ പറഞ്ഞു, അയ്യോ അതിനകത്ത് കയറാൻ പറ്റില്ല, അതിനകത്ത് കങ്കാരു കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നീ അതിനകത്ത് കയറിയെന്ന് നിനക്കറിയാമോ എങ്ങനെ അതിനകത്ത് ഇരിക്കണ്ടേന്ന്? ഇങ്ങനെ കങ്കാരു അമ്മ ചാടി ചാടി പോകുമ്പോൾ നീ താഴെ വീണ് പോകത്തില്ലേ എന്ന് പറഞ്ഞു. എന്നിട്ടും മാൻകുട്ടി സമ്മതിക്കുന്നേയില്ല. മാൻകുട്ടി പറഞ്ഞു, എനിക്ക് അതിനകത്ത് പോകണം അമ്മേ, എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശി പിടിച്ചു. അവസാനം ഈ മാൻകുട്ടിയുടെ അമ്മ കങ്കാരു അമ്മേനോട് ഇപ്പോൾ ചോദിച്ചു, എൻ്റെ കുഞ്ഞിനിങ്ങനെ ഒരാഗ്രഹമുണ്ട്, ഒന്നാ സഞ്ചിയിൽ അവനെ ഒന്ന് കയറ്റാമോ എന്ന് ചോദിച്ചു. അങ്ങനെ കങ്കാരു അമ്മ സമ്മതിച്ചു. കങ്കാരു അമ്മയാണെങ്കിൽ കങ്കാരു കുഞ്ഞിനെ എടുത്ത് പുറത്ത് നിർത്തിയിട്ട് മാൻകുട്ടിയുടെ അകത്തോട്ട് കയറിക്കോളാൻ പറഞ്ഞു. മാൻകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൻ ചാടി കങ്കാരു അമ്മയുടെ സഞ്ചിക്കകത്ത് കയറി. അയ്യോ, കയറിയപ്പോഴല്ലേ കൂറ്റിരുട്ട്, ഒന്നും കാണത്തില്ല. മാൻകുട്ടിയാണെങ്കിൽ അയ്യോ ഇനി എന്നാ നോർത്തു. എന്നിട്ട് മാൻകുട്ടിയൊക്കെ നേരെ പുറത്തോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന കേട്ടോ. കങ്കാരു എങ്ങനെയാണ് പോകുന്നതെന്നറിയാമോ? ചാടി ചാടി പോകും. അങ്ങനെ കങ്കാരു അമ്മ ചാടി ചാടി പോകാൻ തുടങ്ങി. മാൻകുട്ടിക്ക് പേടിയാവാൻ തുടങ്ങി. ഇപ്പം താഴെ വീഴുമോയെന്ന് മാൻകുട്ടി കരയാൻ തുടങ്ങി കേട്ടോ. അയ്യോ മതി എന്നെ ഇറക്കി വിടണേ എന്ന് കരയാൻ തുടങ്ങി. എവിടെ കങ്കാരു അമ്മയാണെങ്കിൽ കേൾക്കുന്നേയില്ല. കങ്കാരു അമ്മ കാട്ടിക്കൂടെയൊക്കെ ചുറ്റി പോയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും മാൻകുട്ടിക്ക് മതിയായി. എങ്ങനെയെങ്കിലും ഈ സഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ പുറത്തിറക്കി അവൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ക്ഷമിക്കണം, ഇപ്പം എനിക്ക് മനസ്സിലായി അതിനകത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന്. ഇനി അങ്ങനെ ഞാൻ വേണ്ടാത്തതൊന്നും ആഗ്രഹിക്കുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാൻകുട്ടി അമ്മ സന്തോഷത്തോടെ പോയി. കഴിഞ്ഞു. ഉറങ്ങിക്കും.